എക്സലിലെ വേർഡിലെ ഒന്നും പോലെ പേജ് ബൈ പേജ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് എക്സലിൽ പേജിൻ്റെ ബോർഡേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? എവിടം വരെയാണ് ഒരു പേജ് എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് സെറ്റിങ്സുകൾ ശരിയാക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ പേജിൻ്റെ സൈസ്, മാർജിൻ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ പേജ് ലേഔട്ട് എന്നുള്ള ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും മാർജിൻ, ഓറിയൻറ്റേഷൻ, സൈസ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും നമുക്കിതിൻ്റെ മാർജിനും പേപ്പർ സൈസും ഓറിയൻറ്റേഷനും എല്ലാം മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ മാർജിൻ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും താഴെയുള്ള കസ്റ്റം മാർജിൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പം നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. പേജ് സെറ്റപ്പ് എന്നുള്ളൊരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. നമ്മൾ മാർജിൻ എടുത്തതുകൊണ്ട് മാർജിൻ ആയിരിക്കും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ പേജ് സൈസാണ് എടുത്തിരുന്നതെങ്കിൽ പേജ് ആയിരിക്കും ആക്റ്റീവായിട്ട് ഉണ്ടാവുക. അപ്പം ഏതെടുത്താലും ഇങ്ങനെ ഒരു പേജ് സെറ്റപ്പിൻ്റെ വിൻഡോ, കസ്റ്റം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് സെറ്റപ്പിൻ്റെ വിൻഡോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ടോപ്പ് മാർജിനും ബോട്ടം മാർജിനും ലെഫ്റ്റ് റൈറ്റ് ഈ മാർജിനുകളുടെ വലിപ്പം നമ്മൾ കുറയ്ക്കുക. അതായത് കുറേ മാറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ മുകളിലത്തെയും താഴത്തെയും കുറയ്ക്കുകയാണ്. സൈഡിലുള്ളത്, ലെഫ്റ്റിലുള്ളത് നന്നായി കുറയ്ക്കുകയാണ്. കാരണം ഒന്നിൽ കുറച്ച് കോളങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ അതിനെ 0.3 ആക്കി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മാർജിൻ സെറ്റ് ചെയ്തു, നമുക്ക് പേജ് സെറ്റ് ചെയ്യാം. പേജിൽ പോർട്രേറ്റ് എന്നാണ് കിടക്കുന്നത്. ഒരുപാട് മാറ്റർ ഉണ്ടെങ്കിൽ നമ്മൾക്കതിനെ ലാൻഡ്സ്കേപ്പ് ആക്കി ചെയ്യാം. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ സ്കൂളിലെ മാത്സ് എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ ആയിരിക്കും പേപ്പറിൽ മാറ്റർ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെങ്കിൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അഡ്ജസ്റ്റ് ടു 100% ആയിരിക്കണം. നമ്മളിപ്പോൾ 12 ഫോണ്ട് സൈസ് ഇട്ടിട്ടുള്ളതെങ്കിൽ അത് 12 തന്നെ കിട്ടാനായിട്ട് ഈ അഡ്ജസ്റ്റ് ടു എന്നുള്ളത് 100% കിടക്കണം. അപ്പോഴാണ് നമ്മൾ എത്രയാണോ ഫോണ്ട് സൈസ് കൊടുത്തത് അതേ സൈസിൽ തന്നെ പ്രിൻ്റ് വരുള്ളൂ. പിന്നെ ഉള്ളത് ഫിറ്റ് ടു എന്നുള്ള ഓപ്ഷനാണ്. അതായത് ഒരുപാട് മാറ്ററുകൾ നമ്മൾക്ക് ഒരൊറ്റ പേജിൽ തന്നെ പ്രിൻ്റ് കിട്ടണം. മാർജിൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കുറേ പ്രിൻ്റ് ചെയ്യാനുള്ള കുറേ മാറ്റർ മാറിയാണ് കിടക്കുന്നതെങ്കിൽ ഇതിനെയെല്ലാം ഒരു പേജിലേക്ക് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിറ്റ് ടു എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഒരു പേജിലോ ഒന്നിലധികം പേജിലോ, ഇപ്പോൾ വലിയ മാറ്ററൊക്കെ ആണെങ്കിൽ 1-2 പേജിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ പേപ്പറിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം. ഇത് ലെറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പേപ്പറിൻ്റെ സൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല സൈസിലുള്ള പേപ്പേഴ്സ് നമുക്കിതിൽ കിട്ടും. അതിൽ A4 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.